പുലർകാല വിചിന്തനം. ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് കാലം ഇതുവരെ ലോകത്ത് ഉയർന്നു കേട്ട ഏറ്റവും കണ്ണുനീരിൻ്റെ പിൻബലമുള്ള ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഒരു ദിവസം സ്വന്തം സഹോദരനോട് അസൂയ മൂത്ത് ആരുമറിയാതെ വയലേലകളുടെ നടുവിൽ വെച്ച് അവനെ കൊന്ന ആ വയലേലകൾക്കരികിൽ കുഴിച്ചിട്ട് തൻ്റെ സഹോദരൻ്റെ ചോരയും പൂണ്ട് കായൻ മറുദേശത്തേക്ക് നടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് കായൻ്റെ മുമ്പിൽ വന്ന് വഴി തടഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം കായനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: കായൻ, നിന്റെ സഹോദരൻ എവിടെ? കായൻ ഉത്തരം പറയുന്നില്ല, മറുചോദ്യം ചോദിക്കുകയാണ്. കായൻ ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ദൈവം ഉത്തരം കൊടുക്കുന്നില്ല. വഴി തടഞ്ഞു നിൽക്കുന്ന ദൈവം കായനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ സഹോദരന്റെ ചോര എൻ്റെ സന്നിധിയിൽ നീതിക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നീ അലഞ്ഞു തിരിയുന്നവനായി മാറും. നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിനക്ക് ഫലം തരാൻ പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനോളം കടപ്പാട്, സഹോദരനോളമുള്ള ഉത്തരവാദിത്വം ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഒരമ്മയുടെ ഉദരം പങ്കുവെച്ച് പുറത്തു വരുന്ന സഹോദരങ്ങൾക്കിടയിൽ പവിത്രമായി കൊണ്ടു നടക്കേണ്ട ഒരു ബന്ധമാണ് കാവൽക്കാരൻ്റെ ബന്ധം. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചാൽ, നിന്റെ സഹോദരൻ എവിടെയാണ്, നിന്റെ സഹോദരൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു കാവലാളിൻ്റെ മനസ്സ് നീ ജീവിതത്തിൽ കൊണ്ടു നടന്നേ പറ്റുകയുള്ളൂ. കാരണം അതിനോളം പുണ്യമൊന്നും ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ദൈവം നിന്നെ ഇതിനേക്കാൾ വലിയ ദൗത്യങ്ങൾ ലോകത്ത് ഏൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിന്റെ സഹോദരനെ നേടി നിന്റെ സഹോദരന്റെ കാവലാളായി ജീവിക്കുവാൻ ദൈവം നിനക്ക് പിറവിയിലെ ഒരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കുക. നമ്മളിന്ന് ഒരമ്മയുടെ ഉദരം പങ്കുവെച്ച് പുറത്തു വന്നിരിക്കുന്ന സഹോദരങ്ങൾ, ബാല്യങ്ങളിലെ സൗഹൃദം, ബാല്യങ്ങളിലെ സ്നേഹം പിന്നീട് മുതിരുമ്പോൾ പതുക്കെ കുറഞ്ഞേ പോകുന്നു. കുടുംബവും കുഞ്ഞുങ്ങളുമായവർ ജീവിതത്തിൽ വേർപിരിഞ്ഞ് ജീവിക്കുവാൻ തുടങ്ങുന്നിടത്ത് മനുഷ്യന്റെ ഉള്ളിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് സഹോദരനോടുള്ള വേർപാടിന്റെ വികാരമാണ്. സഹോദരനിൽ നിന്ന് ദൂരം പാലിക്കുന്ന ജീവിതത്തിന്റെ വികാരമാണ് ഒരു മനുഷ്യൻ കൂടുതലും കൊണ്ടു നടക്കുന്നത്. എന്നാൽ നിന്റെ സഹോദരനോളം ദൈവം നിനക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹം ഈ ലോകത്തുണ്ടോ? നീ ഒന്ന് വേദനിച്ചാൽ ആദ്യം വേദനിക്കേണ്ടവൻ ആരാണ്? നിന്റെ സഹോദരനാണ്. നിന്റെ സഹോദരനൊന്ന് നൊമ്പരപ്പെട്ടാൽ ആദ്യം അറിയേണ്ട ആളും നീ ആരാണ്? അത് നീ മാത്രമാണ്. കാരണം ഇതിനോളം വലിയ ഒരു അനുഗ്രഹം ഈ ലോകത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിന്റെ സഹോദരനാണ്. അവന്റെ ജീവിതത്തിന്റെ നന്മകൾ നീ ആഗ്രഹിക്കണം, ആനന്ദിക്കണം. അവന്റെ കണ്ണുനീരിന് കാരണമായെന്നതിനെ മാറ്റിക്കളയാൻ നീ വിധേയപ്പെട്ടവനാണ്. അവനെ ചേർത്ത് പിടിക്കുവാനും അവന്റെ കണ്ണുകളിൽ ഉറങ്ങുന്ന ദൈവത്തെ കാണുവാനും നിനക്ക് സാധിക്കണം. അവിടെയാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഒരിക്കലും സഹോദരി ബന്ധങ്ങളെ മറന്ന് ഒരു ജീവിതം ഉണ്ടാകരുത് ലോകത്ത്. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടെ നിന്റെ ജീവിതത്തിൽ നൽകിയ പ്രിയപ്പെട്ട സഹോദരി ബന്ധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞാനാണ് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റു പറയാൻ തക്ക വിധം എൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമേ. ഈ ഒരു പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതാക്കി മാറ്റണമേ.